പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. കൊണ്ടാഴി മിനി സ്റ്റേഡിയം ഗ്രൗണ്ട് നവീകരണത്തിന് തുടക്കമായി. 1 കോടി രൂപയുടെ പദ്ധതി MLA യുവ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ കായിക പ്രേമികളുടെ ദീർഘകാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് മിനി സ്റ്റേഡിയം ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 1 കോടി രൂപ ചെലവഴിച്ച് നടപ്പിലാക്കുന്ന നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം യുവ പ്രദീപ് MLA നിർവഹിച്ചു. എല്ലാവർക്കും വീട് എന്ന കാഴ്ചപ്പാടോടുകൂടി വളരെ കൃത്യമായി ഏകദേശം 10 വർഷം കൊണ്ട് 5 ലക്ഷത്തിൽ ചില്ലറ വീടുകൾ കൊടുത്തുകൊണ്ട് മാതൃക കാണിച്ച ഒരു സർക്കാരാണ്. അങ്ങനെ മുമ്പോട്ട് വെച്ച കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് യുവാക്കൾക്ക് ആവശ്യമായ നല്ല കളിസ്ഥലം, കായിക ക്ഷമതയുള്ള യുവാക്കളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു പദ്ധതികൾ തുടക്കം കുറിച്ചത്. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ വിശ്വനാഥൻ പറഞ്ഞതുപോലെ ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ ചെറിയ സൗകര്യം വെച്ച് തുടക്കം കുറിച്ചാലും യഥാർത്ഥത്തിൽ അന്ന് ഇത് ഒരു ഗ്രൗണ്ടിൻ്റെ രൂപമല്ല, നടുക്കുകൂടെ വെള്ളമെല്ലാം ഒഴുകിപ്പോയി കുറേ പ്രയാസം. ഈ പ്രദേശത്ത് വരുന്ന ധാരാളം കളിക്കാർ, ചെറുപ്പക്കാർ അവർ ഒരു ദിവസം പഞ്ചായത്തിലെ പരിപാടിക്ക് വരുമ്പോൾ അവിടെ വെച്ച് കാണുകയും ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കി തരണം എന്നെല്ലാം ആവശ്യിച്ചു. അന്ന് മുതൽ തന്നെ കിട്ടുന്ന ഫണ്ട് വെച്ച് കൊണ്ടാഴിയിലെ ചെറുതും വലുതുമായി അല്ലെങ്കിൽ ഇത്തരം ഗ്രൗണ്ടിന് ആവശ്യമായി പണം കൊടുത്തു. എന്നാൽ പൂർണ്ണമായും കളിക്കുന്ന ഒരു രൂപത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. നമുക്കിവിടെ പൊതുപ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ആലോചിച്ചപ്പോൾ മുന്തിയ പരിഗണന നമ്മുടെ ഗ്രൗണ്ടിന് കൊടുക്കണം. ഏറെക്കാലത്ത് ആവശ്യമാണ്. ഗ്രാമപഞ്ചായത്തിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ ഗ്രൗണ്ട് മുഴുവൻ പണം വയ്ക്കാൻ സാധിക്കില്ല. സർക്കാരിൻ്റെ പദ്ധതികൾ ഉൾപ്പെടുത്തി ചെയ്യണം എന്നതുകൊണ്ടാണ് നമുക്ക് 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ ഇത് നിർമ്മിക്കാൻ വേണ്ടി തയ്യാറായി. കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് PK സത്യഭാമ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നല്ലൊരു വികസനത്തിലേക്ക് എത്തിക്കുന്നതാണ്. റോഡുകളും മറ്റ് കെട്ടിടങ്ങൾ മാത്രമല്ല, ഇങ്ങനെയുള്ള ഓരോ സ്റ്റേഡിയങ്ങളും ഓരോ പഞ്ചായത്തുകളിലും വരുന്നത് നമ്മുടെ വികസനത്തിന് വരും തലമുറകളായ കുട്ടികൾ, യുവാക്കൾ അവർക്കൊക്കെ കളിക്കാനും ഇവിടെ വന്ന് ഉല്ലസിക്കാനും എല്ലാം ഒരു സൗകര്യപ്രദമായ ഒരു സ്ഥലമാണ് ഇങ്ങനെയുള്ള കളിസ്ഥലങ്ങളും സ്റ്റേഡിയങ്ങളും. ഇത് വാർഡ് അടിസ്ഥാനത്തിലും ചെറുതായിട്ടുള്ള ഓരോ കളിസ്ഥലങ്ങൾ വേണമെന്നുള്ളതാണ് നമ്മുടെ ഓരോ ഗ്രാമസഭകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത്. അവിടുത്തെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് വലിയ രീതിയിലുള്ള സ്റ്റേഡിയങ്ങളില്ലെങ്കിലും ചെറിയ തോതിലുള്ള കളിസ്ഥലങ്ങൾ വേണം എന്ന എല്ലാ വാർഡ് ഗ്രാമസഭകളിൽ നിന്നും വന്നിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. അതിനും കൂടി നമുക്ക് ഒരു പദ്ധതി വെച്ച് നടപ്പിലാക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രശാന്തി മുഖ്യാതിഥിയായി പങ്കെടുത്തു. നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട MLA ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും സ്പോർട്സ് കൗൺസിലിന്റെ 50 ലക്ഷം രൂപയും ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ യുവാക്കളുടെ കായിക സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഇവിടെ ഒരു നിർമ്മാണ പ്രവൃത്തിക്ക് ഇന്ന് ആരംഭം കുറിക്കുന്നത്. നമുക്കറിയാം, 10 വർഷക്കാലമായി കേരളത്തിൽ ഇടതടവില്ലാത്ത വികസനങ്ങളുടെ ഒരു കാലം തന്നെയാണ്. അതിൻ്റെ ഏറെ പ്രയോജനം നമ്മുടെ കൊണ്ടാഴി പഞ്ചായത്തിനകത്തും നമുക്ക് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിലൂടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നിരവധിയായിട്ടുള്ള ഉദ്ഘാടനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന കായിക വകുപ്പിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ 50 ലക്ഷം രൂപയും MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 50 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് പദ്ധതി പൂർത്തിയാക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായ ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോൺസൺ എന്നിവരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംസാരിച്ചു. എസ്റ്റിമേറ്റ് എടുക്കാനുള്ള സമയത്ത് ചില ആളുകളാണ് എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി വന്നത്. ഞങ്ങൾ മെമ്പറായിരുന്നു, അവനില്ല. വന്ന സമയത്ത് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ കല്ലുകൊണ്ട് പണിത് മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഒരു ഇരിപ്പിടം ഒരുക്കാം എന്നുള്ളതായിരുന്നു ആശയം ഉണ്ടായിരുന്നത്.
എന്നാൽ ശേഷം MLA യുവ പ്രദീപനെ ഞാൻ വിളിച്ചിരുന്നു. അങ്ങനെ പലതാണ്. ഭാവിയിലേക്ക് നമുക്കൊരു ഗുണവും ഉണ്ടാവില്ല, ഇരിപ്പിടം മാത്രമായിരിക്കും. വീണ്ടും രണ്ടാമതും തൃശ്ശൂരിലുള്ള എഞ്ചിനീയറിംഗ് വിഭാഗത്തെ രണ്ടാമതും കൂടി പറഞ്ഞതിൻ്റെ ഭാഗമായി ഇങ്ങനെയാണ് പണിയേണ്ടത് എന്ന തരത്തിൽ കൃത്യമായി പറഞ്ഞ് അവർ ക്ലാസ് കൊടുക്കാനാണെങ്കിലും നമ്മുടെ ആശയങ്ങളുണ്ടായിരുന്നു. 2-3 റൂം കിട്ടണം, അടിയിൽ മണ്ണെടുത്ത് പോകണം, മണ്ണെടുത്ത് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നമുക്ക് പണിയാമെന്നൊക്കെ ഒരു ആശയം പറഞ്ഞപ്പോൾ ആധുനിക സൗകര്യങ്ങളോടെ ഗ്രൗണ്ട് സജ്ജമാക്കുന്നതോടെ പ്രദേശത്തെ കായിക വികസനത്തിന് പുതിയ ഊർജ്ജം ലഭിക്കുമെന്ന് MLA പറഞ്ഞു. CCV ന്യൂസ് കൊണ്ടാഴി.